ലോക പോലീസ് എന്ന അഹങ്കാരത്തോടെ പതിറ്റാണ്ടുകളായിട്ട് പശ്ചിമേഷ്യൻ മണ്ണിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളുടെ കാലമാണ്. ആകാശത്തും കടലിലും ഒരുപോലെ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. അമേരിക്കൻ സൈനിക കരുത്തിന്റെ പ്രതീകമായിട്ട് ആകാശത്ത് ഗർജിച്ചിരുന്ന KC-135 എന്ന ആധുനിക റീഫ്യൂവലിംഗ് വിമാനം ഇറാഖിന്റെ മണ്ണിൽ തകർന്നു വീണത് കേവലം ഒരു സാങ്കേതിക തകരാറായിരുന്നില്ല. അത് പശ്ചിമേഷ്യയിലെ മാറുന്ന സൈനിക ബലാബലത്തിന്റെ കൃത്യമായ അടയാളമാണ്. ഏകദേശം $79 മില്യൺ അധികം വിലമതിക്കുന്ന ഈ ഭീമൻ വിമാനം തകർത്തത് ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളുടെ പരാജയത്തെയും വിളിച്ചോതുകയാണ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു നൽകുന്ന ഈ ഫ്ലൈയിങ് പെട്രോൾ പമ്പ് തകർക്കപ്പെട്ടതോടെ മേഖലയിൽ അമേരിക്കൻ വ്യോമസേനയുടെ പ്രവർത്തനശേഷിക്ക് കനത്ത ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. പരിചയസമ്പന്നരായ പൈലറ്റുമാരടക്കമുള്ള സൈനികരുടെ മരണം അമേരിക്കയ്ക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. വിമാനം കേവലം തകർന്നു വീണു എന്നത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആവർത്തിച്ച് പറയുമ്പോഴും സത്യം മറച്ചുവെക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ ലോകത്തിന് മുന്നിൽ പരിഹാസ്യമാവുകയാണ്. ആകാശത്തെ ഈ പ്രഹരത്തിന് തൊട്ടു പിന്നാലെയാണ് ചെങ്കടലിൽ വിന്യസിച്ചിരുന്ന ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡിന് നേരെ ആക്രമണമുണ്ടായത്. കപ്പലിലെ തീപിടുത്തം അമേരിക്കയുടെ നാവിക മേധാവിത്വത്തെ പോലും ചോദ്യം ചെയ്തിരുന്നു. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച അമേരിക്ക ഇപ്പോൾ സ്വന്തം സൈനികരെയും യുദ്ധവിമാനങ്ങളെയും സംരക്ഷിക്കാനാകാതെ ഉഴലുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ തകർക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ നൽകിയ മറുപടി അതിശക്തമായിരുന്നു. അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ വെറും 30 മിനിറ്റുള്ളിൽ ഇരുട്ടിലാക്കുമെന്ന് ഇറാന്റെ താക്കീത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നതാണ്. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പഴയ ഇറാന്റെ കാലം കഴിഞ്ഞു എന്ന് ലോകം തിരിച്ചറിയുന്നു. അത്യാധുനിക മിസൈലുകളും ഡ്രോൺ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ഇറാൻ തീർത്ത പ്രതിരോധം അമേരിക്കൻ അപ്രമത്തത്തിന് അന്ത്യം കുറിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെയും വൈദ്യുതി വിതരണ ശൃംഖലയും തകർക്കുവാൻ തങ്ങൾക്ക് കൽപ്പുണ്ട് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഈ വിമാനത്തിന്റെ തകർച്ചയിലൂടെ അമേരിക്കയ്ക്ക് നഷ്ടമായത് കോടിക്കണക്കിന് ഡോളറുകൾ മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അവരുടെ സൈനിക മേധാവിത്വവും ലോകത്തിന് മുന്നിലുള്ള ആത്മവിശ്വാസവുമാണ്. ഇസ്രയേലിന്റെ അധിനിവേശ മോഹങ്ങൾക്ക് കാവൽ നിൽക്കാൻ വന്ന അമേരിക്ക ഇന്ന് സ്വന്തം നിലനിൽപ്പിനായി പോരാടുകയാണ്. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം ദൂരെയല്ല എന്ന സൂചന നൽകുന്നു. ഇനിയും യുദ്ധക്കുതി ഉപേക്ഷിച്ച് പിന്മാറാൻ തയ്യാറായില്ല എങ്കിൽ ഇറാഖിലെയും സിറിയയിലെയും ആകാശം അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു മരണക്കെണിയായി മാറുമെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. സാമ്രാജ്യത്തിന്റെ അധികാരഗർവിനെ ഇറാന്റെ പ്രതിരോധ കരുത്ത് നിഷ്പ്രഭമാക്കുന്ന പുതിയൊരു ചരിത്രമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ രചിക്കപ്പെടുന്നത്. ഇനിയും ധിക്കാരും യുദ്ധക്കൊതിയും ഉപേക്ഷിച്ച് അമേരിക്ക ഈ മണ്ണിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്നത് ഇതിലും ഭയാനകമായ ദുരന്തങ്ങളായിരിക്കുമെന്ന് ലോകത്തെ പ്രമുഖ പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ ഈ പുതിയ പോരാട്ടം കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകത്തിന് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച ഏകപക്ഷീയമായ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. സ്വന്തം തട്ടകത്തിൽ വെച്ച് ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നു വീണ അമേരിക്കൻ ഗർവ് സമാധാന കക്ഷികളായ ജനതയ്ക്ക് പുതിയൊരു പ്രതീക്ഷയുടെ കിരണമാണ് നൽകുന്നത്.